ഗൈസ്, നമ്മളുടെ ചാനലിൽ സ്ഥിരമായിട്ട് സംസാരിക്കുന്ന ഒരു വിഷയമാണ് ഈ വിദേശത്ത് നമ്മളുടെ ഇന്ത്യൻ പ്ലേയേഴ്സ് പോയി കളിക്കണം, നമ്മളുടെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യണം എന്നൊക്കെ ഉള്ളത്. അല്ലാണ്ട് നമ്മുടെ ലീഗുകളിൽ മാത്രം നിന്നാൽ പോരാ. അപ്പം ഇതിനൊരു അതർ സൈഡ് കൂടി സംസാരിക്കാനുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ ഒടുവിൽ അങ്ങനെ ഒരു കാര്യം സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞിരുന്നു. എന്താണ് ആ അതർ സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കണ്ടിട്ടുണ്ടാവും. എനിക്ക് പേഴ്സണലിയും ചിലർ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് മെസ്സേജസ് അയക്കാറുണ്ട്. സോ അതും കൂടി കൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അതായത് യൂറോപ്പിലെ ഒരു ക്ലബ്ബിൽ കളിക്കാൻ അവസരം കിട്ടിയിരിക്കുന്നു. പക്ഷേ അവിടെ കളിക്കണമെങ്കിൽ 10 ലക്ഷം രൂപ ആവശ്യമാണ്. അതിനുവേണ്ടി ഇപ്പം ചിലവർ സഹായം ചോദിക്കുന്നതും അല്ലെങ്കിൽ പലതരത്തിലൊക്കെ ആയിട്ടുള്ള വീഡിയോസ് അല്ലെങ്കിൽ ചില പോസ്റ്റേഴ്സ് രൂപത്തിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് ഈ യൂറോപ്യൻ ക്ലബ്ബിൽ കളിക്കാനുള്ള അവസരം കിട്ടിയിരിക്കുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ വിസ, ടിക്കറ്റ്, ചില പ്രോസസ്സിങ് ഫീകൾക്ക് വേണ്ടിയിട്ടാണ് പണം വാങ്ങുന്നത്. ഈ ഒരു 10 ലക്ഷം രൂപയാണെങ്കിൽ അല്ലെങ്കിൽ അതിന് മുകളിലാണെങ്കിൽ അത് വാങ്ങുന്നത്. ബാക്കിയെല്ലാം ഫ്രീ ആണ് എന്നുള്ളതാണ്. ബാക്കി എന്താണ് ഫ്രീ എന്നുള്ളത് എനിക്കറിയില്ല. എന്താണെങ്കിലും ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ചില കേരളത്തിലെ തന്നെ ഈ ഫുട്ബോൾ പ്രൊഫഷണൽസ്, ഈ രംഗത്ത് വർക്ക് ചെയ്യുന്നവരൊക്കെ ഒരുപാട് ഇൻസൈറ്റ്സ് എടുത്തിട്ട് കൂടിയാണ് ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാനായിട്ട് പോകുന്നത്. ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയാം. നിങ്ങൾക്ക് മെറിറ്റ് ബേസിസിൽ ഒരു ട്രയൽസിൽ വിൻ ചെയ്തിട്ട് ഒരു വിദേശത്ത് കളിക്കാനാണ് അവസരം കിട്ടുന്നതെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം ഒന്നും വാങ്ങുകയില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ പോയിട്ട് മെറിറ്റ് ബേസിസിൽ പോകുന്നവർ ഒരുപാട് പേരുണ്ട്, ട്രയൽസ് അറ്റൻഡ് ചെയ്യാനും അങ്ങനെ ഭാഗമായിട്ട്. ഇപ്പം ഞാൻ ഏറ്റവും ഒടുവിൽ അലൻ സജി എന്ന് പറഞ്ഞിട്ടുള്ള പ്ലെയർ, ഷാനോ ബെൽമാരെ എന്ന് പറഞ്ഞിട്ടുള്ള ലീഗ് ക്ലബ്ബിൽ പോയിട്ടുള്ളൊരു സാഹചര്യം പറഞ്ഞു. അദ്ദേഹത്തിനോടൊപ്പം മറ്റ് 2 ഇന്ത്യൻ താരങ്ങൾ കൂടി ഉണ്ടായിരുന്നു. അവർ സാൻസ് കപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ജപ്പാനിലെ ഒരു ടൂർണമെൻറ്റിൽ ഈ റിലയൻസിൻ്റെ ഭാഗമായിട്ട്, റിലയൻസ് ടീമിൻ്റെ ഭാഗമായിട്ടൊക്കെ പോയിരുന്നു. അന്ന് അവരുടെ പെർഫോമൻസിൻ്റെ ബേസിസിലാണ് അവർ ട്രയൽസിന് വിളിച്ചിരിക്കുന്നത്. അലൻ സജി അന്ന് ആ ഒരു ടൂർണമെൻറ്റിലെ ടോപ്പ് സ്കോറായിട്ടും ടീം ഓഫ് ദി ടൂർണമെൻറ്റിലും ഒക്കെ ഇടം പിടിച്ചിരുന്നു. അപ്പം അങ്ങനെയാണ് ആ ട്രയൽസിൽ അറ്റൻഡ് ചെയ്തത്. ഈ പറയുന്ന പോലെ അവരുടെ നിന്ന് 1 രൂപ പോലും വാങ്ങാതെ തന്നെയാണ് ട്രയൽസിൽ കൊണ്ടുപോയിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് മെറിറ്റ് ബേസിസിൽ അങ്ങനെയാണ് പോകുന്നത്. സോ മെറിറ്റ് ബേസിസിലൊക്കെ മറ്റ് രാജ്യത്തൊക്കെ ഫുട്ബോൾ ട്രയൽസിനൊക്കെ പോകുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ ഇപ്പം ഈ കറങ്ങിത്തിരിക്കുന്ന ഈ 10 ലക്ഷം രൂപ അല്ലെങ്കിൽ 15 ലക്ഷം രൂപ ഒക്കെ വേണമെന്ന് പറയുന്നത് ശരിക്കും ഇപ്പോൾ ഈ ഒരു ട്രയൽസ് വിൻ ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് പോസിബിൾ ആക്കാൻ കഴിയും എന്നുള്ളതാണ്. അപ്പം അത് ഇപ്പം നമ്മളറിയാം, കേരളത്തിൽ തന്നെ അത് ബേസ് ചെയ്തിട്ടുള്ള ഏജൻസികളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത്. സോ ആരുടെയും കഞ്ഞി പാറ്റൊന്നും ഇടാനല്ല വരുന്നത്. പക്ഷേ ഇതിനകത്തുള്ള ചില വസ്തുതകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയും. ഈ പണ്ട് കാലത്തൊക്കെ ഉണ്ടല്ലോ, അതായത് ഞാൻ പറഞ്ഞ എൻ്റെ സ്കൂൾ ടൈമിലൊക്കെ ഇപ്പം അതുണ്ടോ എന്നുള്ളത് അറിയത്തില്ല, ഈ ചില വീടുകൾ തോറും ചില പ്രൊഡക്ട്സ്, ചിലപ്പം കുട്ടികളെയൊക്കെ ഉള്ള വീടുകളിലാണെങ്കിൽ ഇപ്പം എഡ്യൂക്കേഷണൽ പർപ്പസിനായിട്ടുള്ള ചില പ്രൊഡക്ട്സ് ആയിരിക്കും, ചിലപ്പോൾ ബുക്സോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പം ഇവരിത് സെല്ല് ചെയ്യാനായിട്ട് വരും. എന്നിട്ട് ഇവർ നമ്മളോടൊരു ചോദ്യം ചോദിക്കും. നമ്മൾ ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ പറയും, ഇത് 3000 രൂപയുടെ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഇനി ചോദ്യത്തിന് ഉത്തരം പറഞ്ഞതുകൊണ്ട് കൺഗ്രാജുലേഷൻസ്, നിങ്ങൾക്ക് 999 രൂപയ്ക്ക് മാത്രം ലഭിക്കുകയാണെന്ന് പറയും. അപ്പം ഇങ്ങനെ ചില പരിപാടികൾ നടക്കുന്നുണ്ട്. ഇതിൽ പണ്ട് ഞാനൊരു പ്രൊഡക്റ്റ് വാങ്ങുകയും ചെയ്തിട്ടുണ്ട് എൻ്റെ സ്കൂൾ ടൈമിൽ. എനിക്കൊന്ന് എൻ്റെ 7ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുന്ന സമയത്താണ്. അപ്പം അത് ഇതുവരെ ഒരു പ്രയോജനം ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതും ഒരു കാര്യമാണ്. സൈക്കോളജി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണഗതിയിൽ ഒരു പ്രൊഡക്റ്റ് കൊണ്ട് സെല്ല് ചെയ്യുന്നതും ആ ഒരു റേറ്റിൽ സെല്ല് ചെയ്യുന്നതും നമ്മളെന്തോ അച്ചീവ് ചെയ്തു എന്നുള്ളൊരു തോന്നൽ ഇവിടെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അത് ആ ഒരു സൈക്കോളജി അവിടെ വർക്കാകുകയാണ്. നമ്മളുടെ ഒരു ബുദ്ധി കൊണ്ട് നേടിയെടുത്തതാണെന്നുള്ളതാണ് അവിടുത്തെ വർക്ക്. ഇപ്പം ഫുട്ബോളിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മളുടെ കഴിവ് കൊണ്ട് നേടിയെടുത്തതാണെന്നുള്ളതാണ്. അപ്പം ഈ ഒരു സൈക്കോളജി പ്രവർത്തിച്ചുകൊണ്ടാണ് അത് ആക്ച്വലി ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണ്. ഇത് 2 കേസിലെടുത്താലും ഈ പറയുന്നത് പോലെ ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പം പലരും ട്രയൽസിൽ വിൻ ചെയ്തിട്ടാണ് ഇത് പോയത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ ട്രയൽസിൽ ഇവർ വിളിക്കും, എന്നിട്ട് മിക്ക പ്ലേയേഴ്സിനെ ഇതുപോലെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് പോകാനുള്ള അവസരം കിട്ടും, പക്ഷേ ഇത്ര രൂപ ചിലവാക്കണമെന്ന് പറയും. അപ്പം ഇത് ഏതാണ്ട് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ഒരു 10 വർഷങ്ങൾ ഒക്കെ തന്നെ ആയി കേരളത്തിലേക്കൊക്കെ വന്നത്. അപ്പം ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷിച്ച സമയത്ത് ആദ്യ സമയങ്ങളിൽ ചില പ്ലേയേഴ്സിനെയൊക്കെ ഫ്രീ ആയിട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഇതിൻ്റെ ഒരു പ്രൊമോഷൻ്റെ ഒക്കെ ഭാഗമായിട്ട്. പിന്നീടാണ് ഈ പറഞ്ഞ പോലെ പണം വാങ്ങിയിട്ടുള്ള ഒരു പരിപാടികളിലേക്കൊക്കെ തിരിയുന്നത് എന്നുള്ളതാണ്. അപ്പം ആദ്യകാലങ്ങളിൽ കുറച്ച് ഫിനാൻഷ്യലി ഗുഡ് ആയിട്ടുള്ള പേരൻസ് ഒക്കെ വന്നതാണെങ്കിൽ അതനുസരിച്ച് സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ കൊണ്ടുപോകും. അപ്പം അവർക്ക് പ്രശ്നമില്ലല്ലോ, ഈ ചിലപ്പോൾ 10 ലക്ഷം രൂപ എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ടില്ലാത്ത ആളുണ്ട്. അപ്പം അങ്ങനെയാണ് ആദ്യം ചെയ്തത്. പിന്നീടാണ് ഇതിപ്പോൾ സാധാരണക്കാർക്കും ഇത് ആക്സസ് ചെയ്യുന്ന തരത്തിലേക്ക് വരുന്നത്. അപ്പം അവർക്ക് ഈ പറയുന്ന പോലെ 10 ലക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും. അപ്പം അവരെന്താ ചെയ്യുക, ഒന്നെങ്കിൽ ഈ പറയുന്ന പോലെ എന്തെങ്കിലും അവരുടെ പ്രോപ്പർട്ടി വിൽക്കുകയോ അല്ലെങ്കിൽ ചിലവർ അവരുടെ വീട് തന്നെ ഒക്കെ പണയപ്പെടുത്തുകയോ വിൽക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് പോകും. അപ്പോൾ ഇത് ആലോചിക്കുക, ഒരു 3 ആഴ്ചത്തെ ഒരു ട്രയൽസ് അവിടെ പോകാനാണ്, അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരേണ്ട ഒരു സാഹചര്യം ഉണ്ട്. അപ്പോൾ ഇതിനു വേണ്ടിയാണ് അവരുടെ ചിലപ്പോൾ ഒരു ജീവിത ആയുസ്സിലെ മുഴുവൻ അധ്വാനവും അല്ലെങ്കിൽ അധ്വാനിച്ചുണ്ടാക്കിയ പണവും ചിലവഴിച്ച് വിടുന്നത് എന്നുള്ള മനസ്സിലാക്കുക. അപ്പോൾ ഇതും ചെയ്തിട്ടും പണം കിട്ടിയില്ലെങ്കിൽ അവസാനം ഇപ്പം നാട്ടുകാരുടെ പിരിവ് നടത്തിയിട്ടൊക്കെ ചെയ്യുന്നത്. അപ്പം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പോസ്റ്റേഴ്സ്, ഈ ആൾക്ക് പോകണമെങ്കിൽ 10 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞിട്ട് ചില
മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ പോലും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ചില പൊളിറ്റിക്കൽ ലീഡേഴ്സ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലുള്ള ആളുകൾ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു വസ്തുത എന്ന് പറയുന്നത് ഇതാണ്. അതായത് നമ്മുടെ നാട്ടിലെ ആയിരക്കണക്കിന് കുട്ടികളെയാണ് ഓരോ വർഷവും കേരളത്തിൽ നിന്ന് മാത്രം ഈ പറഞ്ഞ യൂറോപ്പിലേക്കൊക്കെ ട്രയൽസിന് കൊണ്ടുവന്നു. അതായത് പണം വാങ്ങിച്ചിട്ട് ട്രയൽസിന് കൊണ്ടുപോകുന്നൊരു സാഹചര്യം ഉണ്ടാകും. അപ്പം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം വലിയ വലിയ ക്ലബ്ബുകളുടെ പേരായിരിക്കും പറയുന്നത്, അവിടുത്തെ ഒരു ഇവിടെ പോയി ട്രെയിൻ ചെയ്യാന്നുള്ള സാഹചര്യമൊക്കെയാണ്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ യൂറോപ്പിലൊക്കെ തന്നെ പല വലിയ ക്ലബ്ബുകൾക്ക് ഈ പറയുന്ന പോലെ ഒരു ഫ്രാഞ്ചൈസി മോഡലുള്ള സോക്കർ സ്കൂൾസ് എന്ന് വേണമെങ്കിലൊക്കെ പറയാം, അത് ആ ഒരു രാജ്യത്തിൻ്റെ പല കോണുകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം ഇവിടേക്കായിരിക്കും മിക്കവരെയും കൊണ്ടുപോകും. അപ്പം ഇതിൻ്റെ ഒരു എമൗണ്ട് ഇവർക്കും കിട്ടും, പറഞ്ഞ പോലെ ഏജൻസിക്കും കിട്ടും. ഇവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തരത്തിലുള്ളൊരു പ്രവർത്തനമാണ്. പിന്നെ സ്റ്റേഡിയം ടൂറൊക്കെ കൊടുക്കും. ഈ സ്റ്റേഡിയം ടൂറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വലിയ ക്ലബ്സിൻ്റെ, ഏത് ക്ലബ്സിൻ്റെ ആണെങ്കിലും, ഇപ്പോൾ ഇംഗ്ലണ്ടിലെ സ്പെയിനിലെ ഒക്കെ ആണെങ്കിലും അത്ര വലിയ എമൗണ്ടൊന്നുമില്ല. ഇപ്പം നമുക്ക് ആ രാജ്യത്ത് ചെന്ന് കഴിഞ്ഞാൽ പോലും ഒരു 30 യൂറോയ്ക്കോ 40 യൂറോയ്ക്കോ ഒക്കെ മാക്സിമം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞ പോലെ ആ സ്റ്റേഡിയത്തിലെ അവരുടെ ഡ്രസ്സിങ് റൂമും നമുക്ക് ഗ്യാലറിയിലും ഗ്രൗണ്ടിലും ഒക്കെ പോകാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ്. ഇതിൽ ചിലപ്പോൾ 1,000-1,2 പേരൊക്കെ അത് കഴിഞ്ഞ് ചിലപ്പോൾ സ്പെയിനിൽ തുടരാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടായേക്കാം. പക്ഷേ മെജോറിറ്റി ഓഫ് താരങ്ങൾ അങ്ങനെ വരുന്നില്ല എന്നുള്ളതാണ്. അപ്പം അങ്ങനെ വന്നിരുന്നെങ്കിൽ വേർ ഈസ് ദാറ്റ് പ്ലേയേഴ്സ് എന്നുള്ളത് നമ്മൾ ഉറപ്പായിട്ടും ചിന്തിക്കേണ്ടിയിരിക്കുന്നുള്ളല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഓരോ വർഷവും ആയിരക്കണക്കിന് താരങ്ങൾ പോകുന്നുണ്ട്. ഇപ്പം തുടങ്ങിയിട്ട് ഈ പറഞ്ഞ ഒരു 10 വർഷം അല്ലെങ്കിൽ ആക്റ്റീവായിട്ട് തുടങ്ങിയിട്ടെങ്കിൽ 5-6 വർഷമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ടും ഈ പ്ലേയേഴ്സൊക്കെ പോകുന്നു, തിരിച്ചു വരുന്നു എന്നുള്ളൊരു സാഹചര്യമാണ് ഇവിടെ നിലനിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രൊഫഷണൽസുമായിട്ട് വരെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 3 ആഴ്ച പോകുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം അവർക്ക് അവരുടെ കരിയറിൽ ഉണ്ടാകാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് ഗുണം ഒന്നും ഉണ്ടാകാനില്ല എന്നുള്ളതാണ് അവരുടെയും പക്ഷം. പിന്നെ അങ്ങനെ ഒരു ഗുണം ഉണ്ടാകുന്നെങ്കിൽ അങ്ങനെ പോയിട്ടുള്ള താരങ്ങളൊക്കെ നമ്മുടെ ഇന്ത്യൻ സൂപ്പർ ലീഗിലോ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ലീഗ്സിലെങ്കിലും കാണണ്ടേ. അപ്പം അതിനും ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ ഈ പറഞ്ഞല്ലോ, നമ്മുടെ ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏജൻസീസും കാര്യങ്ങളും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഫിനാൻഷ്യലി ഒരു വളരെ സൗണ്ട് ആയിട്ടുള്ള അവരുടെ കുട്ടിയെ ഒരു സ്പെയിനിൽ വിടാം, അവൻ്റെ ആഗ്രഹമല്ലേ അല്ലെങ്കിൽ ആ കുട്ടിയുടെ ആഗ്രഹമല്ലേ എന്ന് പറഞ്ഞിട്ട് വിട്ടു പോകുന്നതിനകത്ത് ചിലപ്പം അത്ര ഒരു പ്രശ്നമില്ലായിരിക്കും. അതും പ്രശ്നം തന്നെയാണ്, അത് അത്ര വലിയ പ്രശ്നമില്ലായിരിക്കും. പക്ഷേ ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് ഒരു കുട്ടി, അവരുടെ മാതാപിതാക്കൾ ചിലപ്പോൾ അവർ ജീവിതായുസ്സിൽ ചിലപ്പോൾ ഉണ്ടാക്കിയത് മൊത്തം വിറ്റും പണയം വെച്ചിട്ടും ഈ ഒരു 3 ആഴ്ചത്തെ ട്രെയിനിങ്ങിന് പോയിട്ട് പലരും തിരിച്ചു വരുന്നൊരു സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സോ ഇത് ഒരു എന്താ പറയുക, അത്ര ശരിയായിട്ടുള്ളൊരു പരിപാടിയല്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ഇനിയും സംസാരിക്കാതിരിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലേക്ക് പോയത്. അപ്പം ഇത് നിങ്ങൾ ഉറപ്പായിട്ടും മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഇതിനെപ്പറ്റിയിട്ടുള്ളൊരു അവബോധം ഇനിയും ഒരുപാട് ആളുകളിലേക്ക് എത്തേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇനിയും വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. ഞാൻ വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. എനിക്ക് ഏതാണ്ട് ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഒരു ആപ്പിൻ്റെ ഒരു പ്രൊമോഷനാണ്. അത് എനിക്ക് അറിയാവുന്ന ആളുകൾ തന്നെയാണ്. ഞാൻ എന്താ പറയുക, ഞാൻ പ്രൊഫഷണലി ഒപ്പം വർക്ക് ചെയ്തിട്ടുള്ള ഒരു കൂട്ടരാണ്. അപ്പം അവർ വഴി വന്നിട്ടുള്ളതാണ്. അപ്പം ആ ആപ്പിൻ്റെ ഒരു ലോഞ്ചിൻ്റെ ഭാഗമായിട്ട് ഒരു ഫുട്ബോൾ ആപ്പാണ്. അപ്പം ഞാൻ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുള്ള ഒരു റീലായിട്ട് ഇട്ടിട്ടുണ്ട്. അതായത് അതിനകത്ത് ഇവരുടെ സ്കില്ല്, ഫുട്ബോൾ സ്കിൽസ് ഇടുക, ഇത്ര വയസ്സ് ലിമിറ്റാണ്. അപ്പം അതിൽ നിന്ന് അത് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ 100-200 എന്തോ എമൗണ്ടും ഉണ്ടായിരുന്നു. അപ്പം സെലക്ട് ചെയ്യുന്ന കുട്ടികളെ സ്പെയിനിൽ കൊണ്ടുപോയി ഒരാഴ്ചയോ മറ്റോ കൊണ്ടുപോയി കളിപ്പിക്കുകയോ അവിടുത്തെ മാഡ്രിഡിൽ കൊണ്ടുപോകുക എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പം ആ സമയത്ത് ഇതിനെപ്പറ്റി എനിക്ക് ഇത്ര അവബോധമില്ലെങ്കിലും ചെറിയ തരത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ അവരോട് എടുത്തെടുത്ത് വീണ്ടും ചോദിച്ചിരുന്നു, ഇത് ഫ്രീ ആയിട്ടാണോ, ഇതിൽ കൊണ്ടുപോകുന്നതിൽ പണം വാങ്ങും? അപ്പം ഇല്ല, ഇത് ഒന്നുമില്ല, ഇതിൻ്റെ ഒരു ആപ്പ് ലോഞ്ചിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ വളരെ കുറച്ച് കുട്ടികളെ ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് കൊണ്ടുപോകാന്നുള്ളൊരു പരിപാടിയാണ് നിലനിൽക്കുന്നത്. അപ്പം ആദ്യം പറഞ്ഞ രജിസ്റ്റർ ഫീസ് എന്നുള്ളത് മാത്രമേ എനിക്കുള്ളൂ. ബാക്കി ഇങ്ങനെ സെലക്ട് ആകുന്ന 5-10 കുട്ടികൾ വന്നാൽ അവരെ കംപ്ലീറ്റ്ലി കൊണ്ടുപോയി തിരിച്ചു വരുന്നൊരു ഇതാണ്. അപ്പം അങ്ങനെ തരത്തിലാണ് ആ വീഡിയോ ചെയ്തത്. പക്ഷേ ഇപ്പോഴാണ് വരുന്നത് ഞാൻ ഇതിനെപ്പറ്റി കൂടുതലും കൂടി കാര്യങ്ങൾ ചോദിച്ച്, കാരണം ഇപ്പം എൻ്റെ ഡാറ്റ ഇൻസൈറ്റ്സ് ഒക്കെ എടുത്തുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ കൂടി ചോദിച്ചറിഞ്ഞിട്ട് ചെയ്തേനെ എന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇനിയും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളും സംസാരിക്കേണ്ടി വരും. ചിലപ്പോൾ ചിലവരെ നമ്മൾ ഇതിൽ കൊണ്ടുവന്ന് സംസാരിപ്പിക്കുമായിരിക്കും. സോ ഫോളോ അപ്പ് വീഡിയോസ് വരുമായിരിക്കും. അപ്പം നിങ്ങളുടെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമ്പോസിൽ വെക്കാം, അഭിപ്രായങ്ങൾ പങ്കുവെക്കാം. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. മറ്റൊരു വീഡിയോ ഒക്കെ ആണെങ്കിൽ സൈനിങ് ഓഫ്.